blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ ഇന്നത്തെ ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവനന്തപുരത്തുള്ള പ്രീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ വിനീതയുടെ വെഡിങ് ആനിവേഴ്സറി 4th ഡിസംബറിനാണല്ലോ. താങ്ക് യു ജീസസ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിനീത. കർത്താവ് അങ്ങയുടെ നാമത്തിൽ വിനീതയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട 2 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. 2 പേർക്കും ഒരു നോർമൽ ഡെലിവറി കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഉണ്ടാകുന്ന ഫിറ്റ്സ് പൂർണ്ണമായും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്നും മറ്റ് ദുശീലങ്ങളിൽ നിന്നും പരിപൂർണമായൊരു വിമോചനം കർത്താവെ അങ്ങ് നൽകണമേ. താൻ രക്ഷിക്കപ്പെടുവാനായും പ്രാർത്ഥിക്കുന്നു. തൈക്കൂടത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരിയുടെ മകൾക്ക് ഡിസംബർ 3 നടക്കുന്ന IELTS എക്സാമിൽ നല്ല റിസൾട്ട് കൊടുക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നല്ലൊരു വിലയ്ക്ക്, ഉയർന്നൊരു വിലയ്ക്ക് തൻ്റെ പ്രോപ്പർട്ടി വിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥനകൾ കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച. ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 8111996001. Today I'm talking about be strong and do not give up. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഉറപ്പുള്ളവരായിരിക്കുക, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. Never be fed up, never give up, don't go back, go move forward. ഒരിക്കലും പിന്തിരിയരുത്, ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്, മുൻപോട്ട് തന്നെ പോവുക. Now let's read Joshua chapter 1 and verse number 7. നമുക്ക് ഒരുമിച്ച് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വചനം നമുക്ക് വായിക്കാം. It says, be strong and very courageous. Be careful to obey all the law my servant Moses gave you. Do not turn from it to the right or to the left, that you may be successful wherever you go. ഉറപ്പും വളരെ ധൈര്യവുമുള്ളവനായിരിക്കുക. എൻ്റെ ദാസനായ മോശ നിനക്ക് തന്ന ന്യായപ്രമാണമൊക്കെയും പാലിക്കുവാൻ ശ്രദ്ധിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെയും വിജയം വരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. Book of Joshua. Joshua is the successor of Moses. യോശുവയെ നമ്മൾ കാണുന്നു. യോശുവ മോശയുടെ ഒരു നല്ലൊരു പിൻഗാമിയാണ്. And Moses was a great leader. മോശ ശക്തനായ ഒരു നേതാവായിരുന്നു. He saw more miracles maybe than any other servant of God in the Old Testament. പഴയ നിയമത്തിലെ ഏതൊരു ദൈവപുരുഷനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ കണ്ട വ്യക്തിയാണ് മോശ. God used him to lead millions of people. ആയിരക്കണക്കിന് ആളുകളെ നയിക്കുവാനായിട്ട് ദൈവം മോശ ഉപയോഗിച്ചു. Now he was dead and he was buried. ഇപ്പോൾ മോശ മരിച്ചു, അദ്ദേഹം അടക്കം ചെയ്യപ്പെട്ടു.
the next leader is Joshua. അടുത്ത നേതാവ് യോശുവയാണ്. Now God came down and spoke to Joshua. ഇപ്പോൾ ഇതാ ദൈവം ഇറങ്ങി വന്ന് യോശുവയോട് സംസാരിച്ചു. Joshua is younger than Moses. യോശുവ മോശയേക്കാൾ വളരെ ചെറുപ്പമാണ്. And he is inexperienced. മാത്രമല്ല പരിചയക്കുറവുണ്ട്. But he was a disciple of Moses. He had seen so many things God worked through Moses, the great leader. അദ്ദേഹം മോശയുടെ ശിഷ്യനായിരുന്നതിനാൽ മോശയിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും താൻ കണ്ടവനാണ്. But at the same time he was a fresher in the sense he was for the first time going to lead the whole community to the land of Canaan. എന്നാൽ ഈ മുഴുവൻ ജനത്തെയും കനാൻ ദേശത്തിലേക്ക് നയിക്കുവാനുള്ള നേതാവെന്ന നിലയിൽ അവൻ മുൻപരിചയമില്ലാത്ത ഒരു തുടക്കക്കാരനായിരുന്നു. So God said, be strong and very courageous. ദൈവം അവരോട് പറഞ്ഞു ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. And this is what the Holy Spirit is speaking to every son and daughter of God today. ഇന്ന് ഓരോ ദൈവത്തിന്റെ മകനോടും മകളോടും പരിശുദ്ധാത്മാവ് പറയുന്നത് ഇത് തന്നെയാണ്. You may face many problems in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമായിരിക്കാം. But in advance God says, be strong, be bold. എന്നാൽ മുൻകൂട്ടി കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. We may think that everything is not in our control. It is true, but everything is in God's control. നമ്മൾ ചിന്തിക്കുമായിരിക്കും ഒന്നും നമ്മളുടെ നിയന്ത്രണത്തിന്റെ കീഴിലല്ല. സത്യമാണ്. എന്നാൽ സകലവും ദൈവത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. Can you shout hallelujah? ഒരു ഹല്ലേലൂയ. Maybe sometimes you will think my finances are going crazy. What shall I do? It is going out of control. But remember one thing, God is in control. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും അയ്യോ എൻ്റെ സാമ്പത്തിക നില വളരെ ശോചനീയമാണ്, എനിക്ക് തന്നെ അതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഭയപ്പെടേണ്ട, ദൈവം സകലത്തെ നിയന്ത്രിക്കുന്നവനാണ്. This is what was happening to the disciples who were crossing a lake. എന്നാൽ തടാകം മുറിച്ചു കിടക്കാൻ ശ്രമിച്ച ആ ശിഷ്യന്മാർക്ക് സംഭവിച്ചത് ഇത് തന്നെയാണ്. The wind came out of control, the waves came out of control seemingly, and they started panicking and crying out. അവർക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറമായി കാറ്റടിക്കാൻ തുടങ്ങി, അവർക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറമായി തിരകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. All of them were crying out, help, help, help. അവരെല്ലാം രക്ഷിക്കണേ രക്ഷിക്കണേ കരയുവാൻ തുടങ്ങി. They almost concluded that they were going to be drowned. അവസാനം അവർ തീരുമാനിച്ചു ഇതാ ഞങ്ങൾ മുങ്ങി മരിക്കാൻ പോവുകയാണ്. But that was the time the one who was controlling all the forces of nature, the whole universe, appeared at the spot. എന്നാൽ ആ നിമിഷത്തിലായിരുന്നു സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവൻ പ്രത്യക്ഷനായത്. The same Jesus will appear at the spot for you when you are in need. നിങ്ങൾ ഒരു ആവശ്യത്തിന്റെ മുഖത്തായിരിക്കുമ്പോൾ, നിങ്ങളൊരു പ്രശ്നം നേരിടുമ്പോൾ ഇതേ യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. Do you believe that? നിങ്ങളത് വിശ്വസിക്കുന്നോ? How many of you believe that? നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കുന്നു? Let's welcome that Jesus into our lives and into our needs. ഈ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കരങ്ങളെ അടിച്ചെന്ന് സ്വാഗതം ചെയ്യാം, അവനെ സ്വീകരിക്കാം. So one thing specifically God said was that you have to be strong and you have to be very bold. ദൈവം വളരെ കൃത്യമായി അവനോട് പറഞ്ഞ ഒരു കാര്യമാണ്, നീ ഉറപ്പുള്ളവനായിരിക്കണം, നീ ധൈര്യമുള്ളവനായിരിക്കണം. Some people in the society, they are very strong. ഇന്ന് സമൂഹത്തിൽ ചില ആളുകൾ അവർ വളരെ ശക്തരാണ്. One secret is that they have money. ഒരു രഹസ്യം എന്നത് അവർക്ക് പണമുള്ളത് കൊണ്ട്. Another secret is that they have connections with high level political parties. അതിന് മറ്റൊരു രഹസ്യം എന്നത് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ. So if there is any need, I have enough money. എന്തെങ്കിലും ആവശ്യം വന്നാൽ എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്. And not only that, I have enough people. If there is any crisis, I'll just call them and they will come for my help. മാത്രമല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ ഉന്നത തലത്തിൽ എനിക്ക് ആളുകളുണ്ട്. So basically such people will be very strong. സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർ ശക്തരായിരിക്കും. Maybe we don't have that kind of connections. ഒരുപക്ഷെ നമുക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളോ ഒന്നും And ഉണ്ടാകണമെന്നില്ല. we don't have that kind of money with us. ഒരുപക്ഷെ നമ്മുടെ പക്കൽ അത്രയും പണം ഉണ്ടാകണമെന്നില്ല. Can I tell you a truth? പക്ഷെ ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, We have the highest level connections with us. നമുക്ക് ഏറ്റവും ഉന്നത അധികാരവുമായിട്ടാണ് ബന്ധമുള്ളത്. We have the high command with us. ഏറ്റവും ആ ഹൈക്കമാൻഡ് നമ്മളോടൊപ്പമുണ്ട്. Hallelujah. ഹല്ലേലൂയ.
The Bible says, I lift up my eyes to the hills, from where my help will come. But my help will come from the maker of heavens and earth. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യഹോവയിൽ നിന്ന് വരുന്നു. I have a high level connection. എനിക്ക് ഒരു ഉന്നത ബന്ധമുണ്ട്. And that person has all the wealth in the world. ആ വ്യക്തിക്ക് ഈ ലോകത്തിലെ സകല ധനവുമുണ്ട്. That's why God says, Joshua, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യോശുവ don't be afraid. നീ പേടിക്കണ്ട. Maybe some armies will come against you. ഒരുപക്ഷെ ചില സൈന്യം നിനക്കെതിരെ വരുമായിരിക്കാം. Some kings will come against you. രാജാക്കന്മാർ നിനക്ക് അണിനിരക്കുമായിരിക്കാം. Some nations will come against you. രാഷ്ട്രങ്ങൾ നിനക്കെതിരെ വരുമായിരിക്കാം. But be bold, be strong. ഉറപ്പുള്ളവനായിരിക്കുക, ധൈര്യമുള്ളവനായിരിക്കാം. I am there with you. ഞാൻ നിന്നോടൊപ്പമുണ്ട്. I have more armies with me. എന്റെ പക്കൽ ധാരാളം സൈന്യമുണ്ട്. I will fight your battles. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. I will be on your side. ഞാൻ നിന്റെ വശമായിരിക്കും. And if you study the rest of the book of Joshua, നമ്മൾ യോശുവയുടെ പുസ്തകം തുടർന്ന് പഠിച്ചാൽ he had to fight a lot of battles. അവൻ നിരവധി യുദ്ധങ്ങൾ പൊരുതേണ്ടി വന്നു. God was there with him in each and every battle. ഓരോ യുദ്ധത്തിലും ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു. One day ഒരു ദിവസം he was fighting and fighting and fighting. അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ It was evening. സന്ധ്യയായി. But that time his army was facing failure. ആ സമയത്ത് ആ ഒരു ഘട്ടത്തിൽ തൻ്റെ സൈന്യം ഒരു പരാജയം നേരിടുകയായിരുന്നു. So if they finished their battle there, ആ ഘട്ടത്തിൽ യുദ്ധം നിർത്തിയാൽ they'll be the losers. അവര് പരാജയപ്പെട്ടവരായി മാറും. But that time Joshua looked up to heaven. ആ സമയം യോശുവ സ്വർഗ്ഗത്തിലേക്ക് നോക്കി. First he looked at the face of God. ആദ്യം അവൻ ദൈവമുഖത്തേക്ക് നോക്കി. Then he looked at the sun. അവൻ സൂര്യനെ നോക്കി. Then he looked at the moon. അവൻ ചന്ദ്രനെ നോക്കി. Then he said, അവൻ പറഞ്ഞു, in the name of God whom I serve, sun, stay there. Moon, stay there. I want more time. അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് പറയുന്നു, സൂര്യ നീ നിൽക്കുക, ചന്ദ്ര നീ നിൽക്കുക, എനിക്ക് സമയം വേണം. You know, that day was an extended day. The Bible അന്നത്തെ says. ദിവസം ദൈവവചന പ്രകാരം ഒരു നീട്ടിക്കൊടുത്ത The ദിവസമായിരുന്നു. usual sunset time, the sun didn't set. സാധാരണ അസ്തമയത്തിന്റെ സമയത്ത് അന്ന് സൂര്യൻ അസ്തമിച്ചില്ല. There was an extended day for many hours. ദീർഘമണിക്കൂറുകളിലേക്ക് ആ പകൽ നീട്ടപ്പെട്ടു. In other words, the whole solar system stood still. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മുഴുവൻ സൗരയൂഥവും നിശ്ചലമായി നിന്നു. Because in the beginning of his ministry, God said, be bold, be strong, I am there with you. കാരണം അവന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കർത്താവിനോട് പറഞ്ഞു, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ ഞാൻ നിന്നോടൊപ്പമുണ്ട്. Matthew chapter 28 verse number 20. മത്തായി സുവിശേഷം 28:20. Jesus says, behold, I am there with you all the days of your life. ഇതാ ഞാൻ ലോകാന്ത്യത്തോളം നിങ്ങളോടൊപ്പമുണ്ട്. How many of you can believe that? നിങ്ങൾക്ക് എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയോ? God is there with us in any season, in any time, bad time or good time, he is there. നിങ്ങളുടെ ഏത് അവസ്ഥയിലും ഏത് കാലഘട്ടത്തിലും ഏത് സിറ്റുവേഷനിലും കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. In any area of your life, Jesus is there present with you. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും കർത്താവ് അവിടെ സന്നിഹിതനാണ്. തൻ്റെ സാക്ഷ്യങ്ങളിലൊന്ന് താൻ പറഞ്ഞത്, തൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തനിക്ക് തലവേദനയുടെ അസുഖമുണ്ടായിരുന്നു. താൻ പറയുന്നത് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കും. എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ തലവേദനയായി, ഛർദ്ദിലായി, മരുന്നായി. അങ്ങനെ താൻ ഓർമ്മ വെച്ച നാൾ മുതൽ തനിക്ക് ഈ തലവേദനയുടെ ബുദ്ധിമുട്ട് തനിക്കുണ്ടായിരുന്നു. ഒത്തിരി മരുന്നുകളും മെഡിക്കൽ കോളേജിലും എല്ലാം പോയി താൻ ചികിത്സ എടുത്തിട്ടൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2015 കോട്ടയത്ത് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ അന്ന് താൻ വന്ന് പങ്കെടുത്തപ്പോഴത്തേനും അന്ന് തലവേദനയുള്ളവർക്ക് വേണ്ടി ബ്രദർ പ്രത്യേകിച്ച് അന്ന് പ്രാർത്ഥിച്ചെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പ്രത്യേകിച്ച് തനിക്കൊന്നും തോന്നിയില്ല. എന്നാൽ കുറച്ച് താൻ തിരിച്ചു പോയപ്പോൾ യാത്ര ചെയ്തപ്പോഴൊന്നും തലവേദന തോന്നിയില്ല. പിന്നെ താൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് മോള് പറയുമ്പോഴാണ്, അമ്മയ്ക്ക് ഈ തലവേദനയൊന്നും ഇപ്പോൾ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് തൻ്റെ തലവേദന പോയ കാര്യം താൻ തിരിച്ചറിഞ്ഞത്. ആ സമയമായപ്പോൾ എത്ര വർഷമായി കാണും? ഇതിപ്പോൾ 2015 കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ജനിച്ച സമയം, ഓർമ്മ വെച്ച സമയം മുതൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം ശരിയാണോ? ഈ തലവേദന വരുമ്പോൾ
വൊമിറ്റ് ചെയ്യുക, ഛർദ്ദിക്കുമായിരുന്നു. യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. എന്നിട്ട് അതിന് ശേഷം എവിടെയാണ്, മാമൻ മാപ്പിള ഹോളിലാണോ വന്നിട്ട് കഴിഞ്ഞ വർഷം? അതിനുശേഷം വന്നിട്ടില്ല, ഈ രോഗം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കൂടപ്പിറപ്പുകളെ പോലെ വരുന്ന ചില രോഗങ്ങളുണ്ട്, ജനിക്കുമ്പോൾ തുടങ്ങിയ ആ രോഗമാണ്. അതിനുവേണ്ടി ചികിത്സ ഇങ്ങനെ ജീവിക്കുന്ന പലരുമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഈ സാക്ഷ്യം കാണുന്നുണ്ടെങ്കിൽ, മിനി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ സാക്ഷ്യം അതിനൊരു മറുപടിയാണ്. ചില രോഗങ്ങൾ അവർ ജനിക്കുമ്പോഴല്ല, അതിനു മുമ്പേ ഉണ്ട് എന്ന് വെച്ചാൽ മുൻ തലമുറയിൽ കാണും. ഒറ്റ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഈ സഹോദരി പങ്കെടുത്തപ്പോൾ ആ രോഗത്തെ കർത്താവ് എടുത്തു മാറ്റി. ഇതുവരെ അത് തിരിച്ചു വരാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ആ രോഗം പിന്നെ വന്നിട്ടില്ല. ഇനിയുണ്ട് സാക്ഷ്യം ഉള്ളത്. തൻ്റെ ഇളയ മകൾ പഠിക്കാൻ ഭയങ്കര പിറകിലായെന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റർ പറഞ്ഞ് PTA മീറ്റിങ്ങിനൊക്കെ പോകാൻ തനിക്ക് മടിയായിരുന്നു. കാരണം ടീച്ചേഴ്സ് അതേപോലെ മോളെ വഴക്ക് പറയുമായിരുന്നു. പഠിക്കാൻ ഒരു പ്രതീക്ഷയില്ലാത്ത കുഞ്ഞായിരുന്നു. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം 10ാം ക്ലാസ് എഴുതിയപ്പോൾ ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയിൽ ഇവർക്കും ഇല്ലായിരുന്നു, ടീച്ചേഴ്സിനും ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ എൻ്റെ പ്രാർത്ഥനാ ഡയറി ഈ അമ്മയ്ക്കും ഉണ്ടായിരുന്നു, മോൾക്കും പ്രത്യേകിച്ച് 2 പേർക്കും പ്രാർത്ഥനാ ഡയറി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇത് കിട്ടിയത് അവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നപ്പോൾ 2 മേടിച്ചു. ഒരെണ്ണം മോൾക്ക് കൊടുത്തു, 2 പേർക്ക് ഓരോന്നും കൊടുത്തു. ഓക്കെ. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അതുകൂടാതെ വിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്ന ബുക്കും ഈ മോള് മേടിച്ചിരുന്നു. PTA മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സാധാരണ ഈ മോളെ പിടിച്ച് ഈ സിസ്റ്റർ തല്ലുമായിരുന്നു. ശരിയാണോ? എന്തുകൊണ്ട് അടിച്ചുകൊണ്ടിരുന്നേ? വടിയെടുത്ത് അടിക്കും. അപ്പം ഈ മോള് തൻ്റെ പ്രാർത്ഥന ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചു, യേശുവേ ഞാൻ പഠിക്കാത്തത് വന്നിട്ടുണ്ടോ? ഇന്ന് വന്നിട്ടില്ല. ഓക്കെ. ഞാൻ പഠിക്കാത്തത് നിമിത്തം എൻ്റെ അമ്മയ്ക്ക് വളരെ വിഷമമാണ്, അതുകൊണ്ട് പഠിക്കാനുള്ള ബുദ്ധി നൽകണമേ എന്ന് എൻ്റെ പ്രാർത്ഥനാ ഡയറിയിൽ ആ മോള് അമ്മയുടെ ദുഃഖം മാറ്റാനെങ്കിലും എനിക്ക് പഠിക്കാനുള്ളൊരു ബുദ്ധി തരണേ, അങ്ങനെ എഴുതി വെച്ചു. അതുകൂടാതെ പഠിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥന ഡയറിയിലെ അത് വായിക്കുമായിരുന്നു. തൻ്റെ പഠനത്തിൻ്റെ നിലവാരം വളരെ പെട്ടെന്ന് മാറുവാൻ ഇടയായി തീർന്നു. ഒന്നുകൂടി പറഞ്ഞു. പഠനത്തിൻ്റെ നിലവാരം വളരെ പെട്ടെന്ന് മാറി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയുടെ നിലവാരം പെട്ടെന്ന് മാറി. പെട്ടെന്ന് മാറണമെങ്കിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ കുട്ടിയുടെയോ എടുക്കല്ല, അതിനുള്ളിൽ ആരോടാണോ പ്രാർത്ഥിച്ചത് ആ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എല്ലാവരും ഒന്ന് പറയാമോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്നവനാണ് ദൈവം. ബാക്കി 10ാം ക്ലാസ്സിൽ ഇവർക്കോ അവിടെ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ അയൽവക്കത്തുകാർക്ക് പോലും ഈ കുഞ്ഞ് ജയിക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിൽ അത്ഭുതകരമായി ഈ കുഞ്ഞ് പാസ്സാകുവാൻ ഇടയായി തീർന്നു. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. പിന്നീട് ഈ സിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറയുന്നത്, പിന്നെ ഇപ്പം +1 കുഞ്ഞ് ചേർന്നു. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുക്കൽ PTA മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നൊരു കാര്യം ഈ സിസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ ഈ കുഞ്ഞിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇരിക്കുന്നത് എന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ ആ പഠിക്കുന്ന നിലവാരത്തെ കർത്താവ് മാറ്റുവാൻ ഇടയായി തീർന്നു. എനിക്കിത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം കുറഞ്ഞത് 7 വർഷം 100 കണക്കിന് വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 100 എന്നല്ല, 1000കണക്കിന് വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കുട്ടി നല്ല മാർക്ക് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ എല്ലാ അധ്യാപകർക്കും ഉണ്ടാകുന്ന പോലുള്ള സന്തോഷം എൻ്റെ അകത്തുണ്ട്. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല, അമ്മയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. 2ലും ഓരോ സന്ദേശമുണ്ട്. ഒന്നാമത്തേതിലെ സന്ദേശം എന്തായിരുന്നു? ജന്മം മുതൽ ഉണ്ടായിരുന്നൊരു രോഗത്തെ കർത്താവ് എടുത്തു മാറ്റി. അതില്ലാതെയാണ് ഈ സഹോദരിയുടെ നിൽക്കുന്നത്. 2, ബുദ്ധി കുറവാണെങ്കിലും ഒരു ഭാവി തരാൻ യേശുവിന് സാധിക്കും. മക്കളെ ഓർത്ത് നന്നായിട്ട് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ പെർഫോമൻസ് കുറവാണ്, മക്കളെ ഓർത്ത് പ്രയാസപ്പെടുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ യേശുവിന് സാധിക്കും. അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ 2 കൈകളും ഉയർത്താമോ?
കർത്താവെ, ഈ 2 സാക്ഷ്യങ്ങളും ദൈവനാമമഹത്വത്തിനു വേണ്ടി ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇത് കേട്ട് ഉള്ളിൽ വിശ്വാസം വന്നവർ, ഒരുപക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, അവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം അങ്ങ് പ്രവർത്തിച്ച് ആ വീടുകളിൽ, ഭവനങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകാൻ, തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടാകാൻ, ഭാവി ഉണ്ടാകാൻ കർത്താവ് സഹായിക്കുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പ്രയർ ടൈമിൽ ദൈവസന്നിധിയിൽ ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ജനങ്ങളും അങ്ങിലേക്ക് വരുന്നു എന്നുള്ള വചനപ്രകാരം കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഓരോരുത്തരുടെയും വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ കർത്താവെ അങ്ങ് കണ്ട് ഇപ്പോൾ അവർക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉറക്കമില്ലാതെ, ഉറങ്ങാൻ കഴിയാതെ വളരെ പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് കാണുന്നു. എന്നാൽ ഒരു ദാനമായി ഉറക്കം അവർക്ക് കർത്താവ് നൽകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മുതൽ കർത്താവെ, അവർക്ക് നല്ല ഉറക്കം ലഭിക്കട്ടെ, സുഖമായി അവർ വിശ്രമിക്കട്ടെ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥതകളെ മാറ്റണമേ. സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ പോകുന്നവരെ കർത്താവ് വിടുവിക്കണമേ. ഞെരുക്കങ്ങളെ മാറ്റണമേ. വിശാലത നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി വേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി എന്ന് വെച്ചാൽ കർത്താവിനോട് പറയുന്നത്, പല പ്രാവശ്യം നിങ്ങൾ ആ വാതിലിൽ മുട്ടി, തുറന്നില്ല. പല പ്രാവശ്യം ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ അത്ഭുതകരമായി നിങ്ങൾ തേടുന്ന ജോലി നൽകുവാൻ യേശുവിന് സാധിക്കും. വിശ്വസിക്കുക. അതുപോലെ വിവാഹപ്രായമെത്തി വിവാഹം കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആ ബോയ്സ് ആൻഡ് ഗേൾസ് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവ് അവിടെ കൽപ്പിക്കണമേ. താങ്ക് യു ജീസസ്. ബിസിനസ്സിൽ തകർച്ച വന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അത് വീണ്ടും ആ ബിസിനസ് പണിതുയർത്താൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ രോഗികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം പൂർണ്ണമായും സൗഖ്യമാകട്ടെ. മഞ്ഞപ്പിത്തം ബാധിച്ചവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ഹാർട്ടിൻ്റെ വാൽവുകൾക്ക് ബ്ലോക്കുള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കും. ഹാർട്ടിനോട് ബന്ധപ്പെട്ട വിവിധ രോഗങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു, വിടുതൽ കൊടുക്കണമേ. അതുപോലെ യേശുവിന് വേണ്ടി ഇതുവരെ ഹൃദയം സമർപ്പിച്ചിട്ടില്ലാത്തവർ, നിങ്ങൾക്ക് ഇപ്പോൾ അത് ചെയ്യാം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങേക്കായി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. പാപജീവിതത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഒരു പുതിയ വ്യക്തിത്വമായി മാറുവാൻ എന്നെ സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങൻ്റെ ദൈവവും എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ, ലളിതമായ പ്രാർത്ഥനയാണെങ്കിലും കർത്താവ് അത് കേട്ട് അകത്ത് ഒരു വീണ്ടും ജനന അനുഭവം കർത്താവ് നൽകുകയാണ്.
തീർച്ചയായും ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും എല്ലാ ഞായറാഴ്ചയും അനേക സ്ഥലങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. ആ നമ്പറിൽ വിളിക്കുമ്പോൾ നിങ്ങൾക്കടുത്തുള്ള ബ്ലെസ്സിങ് സെൻറ്റർ ഏതാണ് എന്നുള്ളത് ഉള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായും വരണം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളെ തകർക്കുക, അതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻ നമ്പർ വിളിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you on Monday through Blessing Today. God bless you. Bye-bye.